ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇംഗ്ലീഷ് ഇങ്ങനെ കുറേ പഠിച്ചിട്ടും എനിക്കധികം സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ കുറച്ച് പ്രശ്നമുള്ള ആൾക്കാർക്ക് 4 ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പരിചയപ്പെടുത്താം. അതിനുശേഷം നമുക്ക് കുറച്ച് വലിയ വലിയ സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനൊക്കെ അവരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊരു ഓവറോൾ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനും പിന്നെ ഇതെൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതാണെന്നൊരു ഫീലിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുമ്പം 4 ടൈപ്പാണ് അതിൽ വരിക. 4 എണ്ണം എന്ന് വെച്ചാൽ അതിൽ ആദ്യത്തത് ഡിക്ലാരറ്റീവ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഡിക്ലെയർ ചെയ്യണം, ഇങ്ങനെയാണ് നമ്മുടെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ എന്താ സെൻറ്റൻസ് പറയാം? നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? ഇങ്ങനെയാണ് ഒരു കാര്യം, നിങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യമോ ഇങ്ങനെയാണ് എന്ന് പറയാണ്. അപ്പോൾ എനിക്കിഷ്ടം ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവൻ ഇങ്ങനെയാണ്. ഇതൊക്കെ ഡിക്ലാരേറ്റീവ് സെൻറ്റൻസസ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഭക്ഷണമൊക്കെ അതൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് പഴങ്ങളൊക്കെ ഇഷ്ടമാണ്. എങ്ങനെ പറയും? ഐ ലൈക്ക് ഫ്രൂട്ട്. ഐ ലൈക്ക് ഫ്രൂട്ട്. എനിക്കിഷ്ടമാണ് എന്ത്? ഫ്രൂട്ട്. ഇത് കണ്ട ഉടനെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? അതെന്താ ഫ്രൂട്ട്സ് എന്ന് പറയാതെ? പൊതുവെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് പൂച്ചകളെ ഇഷ്ടമാണെങ്കിൽ ഐ ലൈക്ക് കാറ്റ്സ് എന്ന് പറയാം. ഐ ലൈക്ക് കാറ്റ് എന്ന് പറയാൻ പാടില്ല. എൻ്റെ കോഴ്സ് എടുത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ നമുക്ക് ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഐ ലൈക്ക് കാറ്റ്സ് ആണ്. ഐ ലൈക്ക് കാറ്റ് എന്ന്. എനിക്ക് പൂച്ചയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും പൂച്ചകളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും മലയാളത്തിൽ ആരും അപ്പോൾ നിനക്കെന്താ ഈ പൂച്ചയെ മാത്രമാണോ ഇഷ്ടം എന്നൊന്നും ചോദിക്കില്ല. പക്ഷേ ഇംഗ്ലീഷിൽ ഐ ലൈക്ക് കാറ്റ്സ് എന്ന് തന്നെ പറയണം. ഐ ലൈക്ക് കാറ്റ് എന്ന് പറയരുത്. എന്നാൽ ഞാൻ എന്തിനാ ഇവിടെ ഐ ലൈക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ്? ഐ ലൈക്ക് ഫ്രൂട്ട്സ് എന്നല്ലേ പറയണ്ടേ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫ്രൂട്ട് അൺകൗണ്ടബിൾ ആണ്. പഴങ്ങൾ എന്ന് പറയില്ലേ നമ്മൾ, ഈ എന്താ പറയുക, മാങ്ങ, ആപ്പിൾ, ഓറഞ്ച്, ചക്ക, അങ്ങനത്തെ എല്ലാ സാധനവും ഉള്ള ആ സാധനം ഫേർണിച്ചർ പോലത്തെ ഒരു നൗണാണ്. ഫ്രൂട്ട് എന്നാണ് ഉപയോഗിക്കുക. എന്നാൽ ഫ്രൂട്ട്സ് എന്ന് പറയും. അതെപ്പോഴാണെന്നറിയോ? ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾസ് ആണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് പറയാം. ഒരു കാറ്റഗറി ഓഫ് ഫ്രൂട്ട്സ് പറയുമ്പോഴും നമ്മൾ ഫ്രൂട്ട്സ് എന്നാണ് പറയുക. പക്ഷേ ജനറലി പഴങ്ങൾ എന്ന് പറയുമ്പോൾ അൺകൗണ്ടബിൾ, എണ്ണാൻ പറ്റാത്തൊരു നൗണാണ് ഇംഗ്ലീഷിൽ ഫ്രൂട്ട് എന്നാണ് പറയണത്. ഐ ലൈക്ക് ഫ്രൂട്ട്. ആദ്യം തന്നെ ഒരു പേടിപ്പിച്ചു അല്ലേ? അത് ജസ്റ്റ് ഇത്രയൊന്നും മനസ്സിലാക്കണ്ട. ഫ്രൂട്ട്സ് എന്ന് ഉപയോഗിക്കാം. അത് ഈ പഴങ്ങൾ, ആ പഴങ്ങൾ, പഴങ്ങളും പച്ചക്കറികളും എന്നൊക്കെ പറയുമ്പം വെറുതെ പഴങ്ങളെക്കുറിച്ച് ആ കാറ്റഗറി ഓഫ് എന്താ പറയുക, തിന്നുന്ന സാധനം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രൂട്ട് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഐ ലൈക്ക് ഫ്രൂട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഡിക്ലാരേറ്റീവ് സെൻറ്റൻസസ് ആണ്. വേറൊരു ഡിക്ലാരേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ മൈ നെയിം ഇസ് വിനി അല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെയാണെന്ന് പറയുന്നതൊക്കെ ഡിക്ലാരേറ്റീവ് സെൻറ്റൻസസ് ആണ്. അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയാം അല്ലേ? രണ്ടാമത്തെ ടൈപ്പ് സെൻറ്റൻസുകൾ ഇംപാരറ്റീവ്. എന്താണ് ഇംപാരറ്റീവ് സെൻറ്റൻസസ്? റിക്വസ്റ്റ് ചെയ്യില്ല നമ്മളെന്തെങ്കിലും, ഞാനത് ചെയ്തോട്ടെ, അവൾ പൊക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ സെൻറ്റൻസുകൾ. അല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിക്കില്ലേ, ഗിവ് കമാൻഡുകൾ കൊടുക്കുമ്പോഴും റിക്വസ്റ്റുകൾ നമ്മൾ മേക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾ ഇംപാരറ്റീവാണ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ, എനിക്ക് പഴങ്ങൾ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഞാനൊരു ഡിക്ലെയർ ചെയ്യുകയാണ്. എന്താണ് ഡിക്ലെയർ ചെയ്യണേ? ബൈ മീ ആപ്പിൾസ്. എനിക്ക് ആപ്പിൾസ് വാങ്ങിച്ചുകൊണ്ട് വരൂ. ബൈ മീ ആപ്പിൾസ്. ഞാനിങ്ങനെ ഇരുന്നിട്ടൊരു ഉത്തരവ്, ഞാൻ രാജാവാണ് കേട്ടോ, അപ്പോൾ ഒരു ഉത്തരവ് ഇങ്ങനെ പറയാം. ആരെവിടെ? ബൈ മീ ആപ്പിൾസ്. അപ്പോൾ ഒരു ഉത്തരവ്. അല്ലെങ്കിൽ ഞാനൊരു പാവം സാധുവാണ്, അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, കുഡ് യു പ്ലീസ് ഗെറ്റ് മീ അല്ലെങ്കിൽ ബൈ മീ സം ആപ്പിൾസ്. ഇതൊക്കെ ഇംപാരറ്റീവ് സെൻറ്റൻസുകളാണ്. അപ്പോൾ 2 പഠിച്ചോ, മനസ്സിലായല്ലോ? ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ്, അത് ഡിക്ലാരേറ്റീവ്. രണ്ടാമത്തത് റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്, അത് ഇംപാരറ്റീവ്. ഇനി മൂന്നാമത്തത് ഇൻട്രോഗേറ്റീവ്. എന്താണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്? ഇത് മനസ്സിലാക്കാൻ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. നമ്മൾ ഈ പോലീസൊക്കെ സിനിമയിൽ നമ്മൾ കാണാറില്ലേ, ഒരു ഇൻട്രോഗേഷൻ സെഷൻ എന്നൊക്കെ പറയാറില്ലേ, ചോദ്യം ചെയ്യൽ. ചോദ്യങ്ങളാണ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ പഠിച്ചിട്ടില്ലേ? ഞാനിപ്പോൾ ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നല്ലോ. അപ്പോൾ അതിന് മറുപടിയായിട്ട് രാജാവിൻ്റെ ഭടൻ ചോദിക്കുകയാണ്, 1 കിലോ ആണോ 2 കിലോ ആണോ വേണ്ടതെന്ന്. ഒരു ചോദ്യമാണത്. അങ്ങനെ ചോദിക്കും, ഷുഡ് ഐ ഗെറ്റ് 1 കിലോ ഓർ 2? ഷുഡ് ഐ ഗെറ്റ്, ഞാൻ കൊണ്ടുവരേണ്ടത് 1 കിലോ ആണോ അല്ലെങ്കിൽ 2 കിലോസ് ആണോ? ഗെറ്റിന് പല അർത്ഥങ്ങളുണ്ട്. കൊണ്ടുവരാൻ, ഗെറ്റ് എവിടെന്നെങ്കിലും കൊണ്ടുവരാവാം,
വാങ്ങിക്കാവാം. ആ വീഡിയോ കണ്ടിരുന്നു. ഗെറ്റ് എന്ന് പറയുന്ന സംഭവം പല സമയത്തും നമുക്ക് വളരെ ഉപകാരമുള്ളൊരു വാക്കാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എൻഡിലെങ്ങനെ ഞാൻ കൊടുക്കാൻ നോക്കാം, കണ്ടു നോക്കൂ കേട്ടോ. എന്തായാലും ഉപകാരപ്പെടും. കാരണം നമ്മൾ എവിടെയെങ്കിലും വാക്ക് കിട്ടാണ്ട് സ്റ്റക്ക് ആകുമ്പോൾ നമുക്ക് ഗെറ്റ് ഭയങ്കര ഉപകാരം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 1 കിലോ ആണോ 2 കിലോ വേണോ, അങ്ങനെ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഏത് സെൻറ്റൻസുകളാണ്? ഇൻറ്ററോഗേറ്റീവ് ആണ്. 4ാമത്തത്, ഇത് വളരെ എളുപ്പമാണ്. എക്സ്ക്ലാമേറ്ററി. അത് സെൻറ്റൻസുകളാണ്. ഓ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു അത്ഭുതമൊക്കെ ഉണ്ടാവില്ലേ? ആ ടൈപ്പാണ് നമുക്ക് എക്സ്ക്ലാമേറ്ററി. അപ്പോൾ ഈ സെൻറ്റൻസുകളുടെ എൻഡിൽ ഇങ്ങനൊരു ചിഹ്നം, ഒരു 1 തിരിച്ചിട്ടിട്ട് ഒരു കുത്തിടുന്നൊരു ചിഹ്നം, അതാണ് എക്സ്ക്ലമേറ്ററി മാർക്ക്. അത് നമ്മൾ ഇടും. നല്ല സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാനാണ് അത് ഉപയോഗിക്കുക. ഞാൻ ഈ നമ്മുടെ ബഡൻ അല്ലെങ്കിൽ ബഡി വാങ്ങിച്ചുകൊണ്ട് വന്ന ആപ്പിൾ കഴിച്ചപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ആപ്പിൾ ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട്, ദിസ് ആപ്പിൾ ഈസ് സോ ഗുഡ്, വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്തൊരു നല്ല ടേസ്റ്റ് എന്നിട്ടൊരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഇട്ടാൽ അതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും ഫീലിംഗ്, വാവ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു എക്സ്ക്ലമേറ്ററി റിമാർക്കാണ്. ഓക്കെ, അപ്പോൾ 4 ടൈപ്പ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ നമ്മൾ എന്തെങ്കിലും സെൻറ്റൻസുകൾ ഉപയോഗിക്കുമ്പം ഈ 4-ൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലാണ് ആ സെൻറ്റൻസ് വരിക. നിങ്ങളിതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അതിൽ ഒരു സംഭവം എന്തായാലും വേണം. എന്താ സംഭവം? ഞാനിത് എന്താ പറയുക, വായിൽ വെള്ളം വറ്റി അത്രയും അധികം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ സാധനം ഇല്ലാണ്ട് നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന്. അതാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രധാന മിസ്റ്റേക്ക് നിങ്ങൾ വരുത്താൻ ചാൻസ് ഉള്ളത് ഇതാണ്. ഈ ഒരു സംഭവം സെൻറ്റൻസിൽ ഇല്ലാത്തതാണ്. എന്താണത്? ഫുൾ സ്റ്റോപ്പ് ഒന്നുമല്ല, വേറൊരു സാധനമാണ്. എന്തത്? വേർബ് ഇല്ലാണ്ട് ഇവിടെ ആരെങ്കിലും ഇനി സെൻറ്റൻസ് ഉണ്ടാക്കിയെന്ന് ഞാനോ എൻ്റെ പോലീസുകാരോ അറിയട്ടെ കേട്ടോ. അപ്പോൾ വേർബ് ഇല്ലാണ്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങളൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയാൽ അതിൽ വേർബ് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പുറകെ വരും രാത്രി സ്വപ്നത്തിൽ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഭയങ്കര പേടിച്ചിരിക്കുകയല്ല. അതിൻ്റെ ഒപ്പം ഇനി സ്വപ്നത്തിൽ കൊണ്ട് സമാധാനം തരുന്നില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞ വേർബ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? പേടിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഇനി അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞേക്കട്ടോ, ഞാൻ ഒഴിവാക്കാം, എഡിറ്റ് ചെയ്ത് കളയാം അറ്റ്ലീസ്റ്റ്. ഓക്കെ, അപ്പോൾ വേർബ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇനി എന്താ ഈ വേർബ് വേണമെന്ന് പറഞ്ഞു, എന്നാ സാധനം എന്ന് പറയാണ്ട് ഞാൻ എന്താണ് ഇപ്പോൾ ആഡ് ചെയ്യുക, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചിലവരിപ്പോൾ വിഷമിച്ചിരിക്കുന്നുണ്ടാവും. വേർബ് എന്ന് വെച്ചാൽ ആ പ്രവൃത്തി, നമ്മൾ എന്താണ് ഒരു സെൻറ്റൻസിലൊരു പ്രവൃത്തി വേണമല്ലോ. സിമ്പിളായി പറയുകയാണെങ്കിൽ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതാവാം, ഓടുന്നത് ചാടുന്നതൊക്കെ ആവാം. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മിസ്സായി വന്ന ഒരു വേർബ് ഏതാ? ബി. ആം, ഇസ്, ആർ, വാസ്, വേർ, അങ്ങനത്തെ ഒക്കെ ആ വാക്കുകളില്ലേ, അതൊക്കെ ബിയുടെ ഫോമാണ്. ബി എന്ന് പറഞ്ഞ വേർബ്. ആവുക, ഞാനൊരു ഇന്ത്യക്കാരിയാണ് എന്ന് പറയില്ല, ആവുക, എന്തെങ്കിലും ഒന്ന് ആവുക. ബീയിങ്, ഇതൊക്കെ ബിയുടെ ഒരു ഫോമാണ്. അപ്പോൾ ബിയുടെ ഫോം അറിയില്ലെങ്കിൽ, ബീയിങ് ഒന്നും അറിയില്ലെങ്കിൽ അതിൻ്റെ ഇഷ്ടം പോലെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സെർച്ച് ചെയ്താൽ മതി ബീയിങ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ വീഡിയോ കിട്ടും. അതൊക്കെ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞെന്താ, വേർബ് ഇല്ലാണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കരുതെന്ന്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഏറ്റവും സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് ഇംപറേറ്റീവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേതായിരിക്കും? ഒരു സെൻറ്റൻസിൽ മിനിമം വേണ്ട സാധനം എന്താ? വേർബ്. അപ്പോൾ ആ ഒറ്റ വേർബ് മാത്രം വെച്ച് നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയണത്. കമാൻഡ് കൊടുക്കുമ്പം നമ്മുടെ കുട്ടിയുടെ ഫ്രണ്ടിൽ ഒരു മുട്ട പുഴുങ്ങി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ പറയാം ഈറ്റ്, മര്യാദയ്ക്ക് തിന്നുന്ന രീതിയിൽ ഈറ്റ് എന്ന് പറയില്ലേ, കഴിക്കേ, അതൊരു സെൻറ്റൻസ് ആണ്. ഈറ്റ് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഒരു കമാൻഡ് കൊടുക്കുക നമ്മൾ, ഈറ്റ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഇങ്ങനെ ഒരു കുട്ടി പറയണം ഞാൻ പൊക്കോട്ടെ, എനിക്ക് കളിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ ഗോ. കുറേ നേരമായി മനുഷ്യന് ചെവിതല തരുന്നില്ല, അങ്ങനെ എന്താ പറയില്ലേ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ പൊക്കോട്ടെ, ഞാൻ വേഗം വരാം, ഞാൻ ഓടില്ല, ഞാൻ ചാടില്ല, ഞാൻ പൊക്കോട്ടെ പ്ലീസ്. അവസാനം നമ്മൾ പറഞ്ഞു ഗോ. അതൊരു സെൻറ്റൻസ് ആണ്. ഗോ, പോ ഗോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആൾ വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ്, അപ്പോൾ നമ്മൾ പറയാം ഫുൾ കള്ളത്തിനും നമ്മൾ പിടിച്ചു, നമ്മൾ പറയാം ഓട് എന്ന് പറയില്ലേ, റൺ. ഇതൊക്കെ ഓരോ സെൻറ്റൻസുകളാണ്. വിശ്വസിക്കും നിങ്ങൾ, ഒരു വേർബ് ഉണ്ടെങ്കിൽ അതൊരു സെൻറ്റൻസ് ആവും. പക്ഷേ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓഹോ ഞാൻ അങ്ങനെയാണെങ്കിൽ എത്ര സെൻറ്റൻസുകൾ എനിക്ക് പറയാം, ഗെറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ടായിക്കൂടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ പ്രശ്നം വരുന്നത്. ഈ ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊണ്ടുവരിക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ഗെറ്റ്.
എന്താണ് ഗെറ്റ് ചെയ്യേണ്ടതെന്ന് പറയാണ്ട് നമുക്ക് ഗെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഒരാളോട് ഗെറ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ആ സെൻറ്റൻസ് തെറ്റാണ്. അപ്പോൾ ചില വേർബ്സ് നമുക്ക് ഒറ്റയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം. ഈറ്റ്, ഗോ, റൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ സെൻറ്റൻസ് പറയാം. പക്ഷേ എല്ലാ വേർബ്സും ഇങ്ങനെ ഒറ്റ വേർഡായിട്ടൊരു സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്താ കാരണം? ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണോ? ഒരു സാധനം മുന്നിൽ വെച്ച് ഈറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആണത്, തിന്നോളൂ എന്നാണ് അർത്ഥം. പക്ഷേ ഇംപറേറ്റീവ് സെൻറ്റൻസസ്, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ സെൻറ്റൻസുകൾ, പക്ഷേ അതേപോലെ ഗെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സെൻറ്റൻസ് ഇംപറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒറ്റ വേർഡുള്ള ഗെറ്റ് എന്ന് പറഞ്ഞ സെൻറ്റൻസ് കറക്റ്റ് അല്ല. കാരണം കൊണ്ടുവരിക, എന്ത് കൊണ്ടുവരിക എന്ന് എപ്പോഴും ഒരു സംഭവം നിൽക്കുന്നുണ്ട് അല്ലേ? അതിന് മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്താണ് കൊണ്ടുവരേണ്ടത്? അപ്പോൾ അത് പറഞ്ഞാലേ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയണത്, ഒരു വേർബ് നിർബന്ധമായിട്ടും സെൻറ്റൻസിൽ വേണം. ഒരൊറ്റ വേർബ് മാത്രമുള്ള സെൻറ്റൻസുകൾ ഉണ്ടാവാം, എന്നാൽ ഒരൊറ്റ വേർബ് മാത്രം ഇട്ടിട്ട് ഏത് വേർബും അതിൽ കയറ്റിയിടാൻ പറ്റില്ല ഒരു സെൻറ്റൻസ് ആവുമെന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഗെറ്റ് എന്നുള്ള വേർഡ് ഒരു സെൻറ്റൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? എന്താ കൊണ്ടുവരേണ്ടതെന്ന് കൂടെ അതിൻ്റെ കൂടെ പറയണം. വല്ലാത്ത ദാഹം, ഗെറ്റ് മീ സം വാട്ടർ എന്ന് പറഞ്ഞാലേ അത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഗെറ്റ് സം വാട്ടർ അല്ലെങ്കിൽ ഗെറ്റ് മീ സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവരൂ. മനസ്സിലായോ? ഇനി നമുക്കിനി സെൻറ്റൻസുകൾ, നമ്മൾ ഏറ്റവും ചെറിയ സെൻറ്റൻസ് തുടങ്ങിയില്ലേ, ഇനി നമുക്കത് വലുതാക്കണം. അപ്പം നമ്മൾ കുറച്ച് ഗ്രാമറൊക്കെ പഠിച്ചു, പക്ഷെ നമ്മൾ വലിയ വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെൻറ്റൻസ് വലുതാക്കണമെങ്കിൽ നമുക്ക് ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പൊതുവെ പറയേണ്ടി വരും അല്ലേ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സെൻറ്റൻസ് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ ആയിരിക്കില്ല, ഇതിന് മുമ്പത്തെ 2 വീഡിയോ മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിങ്ങൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പം ഇപ്പോൾ ഇംപറേറ്റീവ് സെൻറ്റൻസിൽ പോ, റൺ, ഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ ആണെങ്കിൽ അത് മതി, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തുടങ്ങാം. ഇംപറേറ്റീവ് സെൻറ്റൻസസ് അല്ലേ, കമാൻഡ് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പം എവിടെ പ്രശ്നം വരികയെന്നറിയോ? ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം പറയണം. എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ എനിക്ക് എന്നുള്ള ആ വാക്ക് ആദ്യം വരണം. ആരാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്, ആരാണ് ഇത് ചെയ്യുന്നത്, അയാൾ എന്താ വിളിക്കുക? സബ്ജക്റ്റ് ആദ്യം നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ആരാ? വേർബ് നമ്മൾ എന്തായാലും മിസ്സാക്കാൻ പാടില്ല സെൻറ്റൻസിൽ. ആരാണ് ചെയ്യുന്നത് എന്ന് കഴിഞ്ഞിട്ട് വേർബ് നമ്മൾ ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവൻ പാടാറുണ്ട്, എങ്ങനെ പറയും? ഹി സിങ്സ് അല്ലേ? ഇതാണ് വേറെ കുറേ ആൾക്കാർക്ക് ഒരു പ്രശ്നം വരുന്ന കണ്ടിട്ടുള്ളത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാറുണ്ട് എന്ന് പറയാൻ സിമ്പിൾ പ്രസൻറ്റിലാണ് എപ്പോഴും നമ്മൾ പറയുക. ഹി സിങ്സ്, ഷീ സിങ്സ്, ദേ സിങ് എന്ന് വെച്ചാൽ പാടാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ട്. ഞാൻ പോകാറുണ്ട്, അവൾ കുളിക്കാറുണ്ട്, അവൻ ഓടാറുണ്ട്, ഇവൻ കരയാറുണ്ട് എന്നൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി സ്ഥിരം ചെയ്യാറുണ്ട് എന്നുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. ഇത് നിങ്ങൾക്ക് സംശയം വരരുത് കേട്ടോ. ഇത് പലപ്പോഴും ഫ്യൂച്ചർ ടെൻസിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് കാര്യം ഓർത്തേക്കണം. നമ്മളിങ്ങനെ എന്താ പറയുക, സെൻറ്റൻസുകളിൽ വരുന്ന ഒരു പ്രശ്നങ്ങളും സിമ്പിളായിട്ട് എങ്ങനെ നമുക്കത് അനലൈസ് ചെയ്യാം, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ. ഓൾറെഡി ഉള്ള കോൺഫിഡൻസ് പോയി, എന്നിട്ടാണ് കോൺഫിഡൻസ് കിട്ടുന്നതെന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കുന്നുണ്ടോ ആരെങ്കിലും അല്ലേ? ശരിയാക്കാം കേട്ടോ, നമ്മളെ വീഡിയോയുടെ എൻ്റെ എത്തുമ്പോഴേക്കും ശരിയായിക്കോളും. അപ്പോൾ ഹി സിങ്സ്, അവൻ പാടാറുണ്ട്. അവർ പുറപ്പെടുകയാണ്, എങ്ങോട്ടാ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, അത് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയും? അല്ലെങ്കിൽ അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലീവിങ് അല്ലേ? സൂട്ട് കേസൊക്കെ എടുത്ത് കാറിൽ വെച്ചു എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലീവിങ്. അപ്പോൾ ആരാണ് ചെയ്യുന്നത്? അവർ, അതാണ് ദേ. ലീവിങ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ ദയവ് ചെയ്ത് ING ഫോം അങ്ങനെ ഉപയോഗിക്കും. അതിന് മുമ്പ് ദേ ആർ, ഹി ഇസ്, ഷീ ഇസ്, അത് ആ ഇസ് ആർ ഒന്നും വിട്ടുപോകാണ്ടിരിക്കുക. പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ING, വേർബിൻ്റെ കൂടെ ING ആണ് വെക്കേണ്ടതെന്ന് പലർക്കും അറിയാം. ഷീ ഈറ്റിംഗ് എന്ന് പറയും. ഷീ ഇസ് ഈറ്റിംഗ്. അവർ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ലീവിങ്. ആ ആർ അവിടെ മിസ്സാക്കരുത് കേട്ടോ. കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സായി പറയണത്. അവൾ ഓടാറുണ്ട്. PT ഉഷ കഴിഞ്ഞാൽ പിന്നെ അടുത്ത PT ഉഷ അവളാണ് എന്നാണ് അവളുടെ ഒരു വിചാരം. ഭയങ്കര ഓട്ടമാണ്. അവൾ എല്ലാ ദിവസവും രാവിലെ എണീച്ച് 10 കിലോമീറ്റർ ഓടാറുണ്ട്. എങ്ങനെ പറയും? ഷീ റൺസ്. എന്തെങ്കിലും ചെയ്യാറുണ്ട്, സിമ്പിൾ പ്രസൻറ്റ്.
ഷീ റൺസ്. നമുക്ക് ഇനി കുറച്ചുകൂടെ വലുതാക്കണം. അങ്ങനെയാണെങ്കിലോ, ആരാ സംഭവം ചെയ്യുന്നേ, എന്താണ് പ്രവൃത്തി, അല്ലേ എന്നും നമ്മൾ സബ്ജക്റ്റും വേർബും വെച്ചു. അപ്പോഴാണ് കുറച്ചുകൂടെ വലിയ സെൻറ്റൻസ് കിട്ടിയത്. ഇനി നമുക്ക് കുറച്ചുകൂടെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റിനെ കൂടെ കൊണ്ടുവരാം. അവൻ കഴിക്കാറുണ്ട്. ഹി ഈറ്റ്സ്. എന്താണ് കഴിക്കാറ്? പാസ്ത. ഹി ഈറ്റ്സ് പാസ്ത. കണ്ടോ? അപ്പോൾ അവിടെ കുറച്ചുകൂടെ വലിയ സെൻസ് കിട്ടി. ഹി ഈറ്റ്സ് പാസ്ത. അല്ലെങ്കിൽ ഇനി ഇതിന് നീട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് അവൻ കഴിച്ചു എന്നുള്ള സെൻസ് എങ്ങനെ പറയാം? അവൻ പാസ്ത കഴിച്ചു എങ്ങനെ പറയാം? സിമ്പിൾ പാസ്റ്റ് അല്ലേ? ഹി എയ്റ്റ് പാസ്ത അല്ലേ? അവൻ പാസ്ത കഴിക്കാറുണ്ട് എങ്ങനെ പറഞ്ഞാൽ? ഹി ഈറ്റ്സ് പാസ്ത. അവൻ പാസ്ത കഴിച്ചു. ഹി എയ്റ്റ് പാസ്ത. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്റൻസിന് നീളം കൂട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അവൻ അത് കഴിച്ചത് എന്ന് കൂടെ പറയാം. എങ്ങനെയാണ് കഴിച്ചേ? പതുക്കെ, ഒരു ധൃതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെങ്ങനെ പറയാം? ഹി എയ്റ്റ്. എങ്ങനെയാണ് ഈറ്റ് ചെയ്തത്? സ്ലോലി. ഹി എയ്റ്റ് സ്ലോലി. മനസ്സിലായോ? ഹി എയ്റ്റ് സ്ലോലി. അപ്പോൾ ഇനിയിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും, അവൻ പാസ്ത കഴിച്ചു, അവൻ പതുക്കെയാണ് കഴിച്ചത്, ഇത് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരൊറ്റ സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിലോ? ഹി എയ്റ്റ് പാസ്ത സ്ലോലി. ഹി എയ്റ്റ് പാസ്ത സ്ലോലി. ഒറ്റ സെൻറ്റൻസായി. ഓക്കെ. ഇനി അവർ പോവുകയാണ്. പോവുക, ഗോ. അവർ പൊക്കോണ്ടിരിക്കുകയാണ്, അങ്ങനെ പറയും. അവർ ദേ. പോവുക എന്ന് പറഞ്ഞാൽ ഗോ. അതിൻ്റെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ING ഫോമാണ് വേർബ് അല്ലേ? അപ്പോൾ ദേ ആർ ഗോയിങ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗോയിങ്. അതിൻ്റെ കൂടെ ഒരു ആർ എന്നുള്ളത്, ദേ ആർ എന്നുള്ളത് വിട്ടുപോകരുത്. ദേ ഗോയിങ് എന്ന് പറയാൻ ഇപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കോ. എൻ്റെ ഒരു പ്രശ്നം പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഞാൻ ആ ബിയുടെ ഫോം ഇടാൻ വിട്ടുപോവുക. ഈ ആർ എസ് എന്നൊക്കെ ഉള്ളത് ബിയുടെ ഫോംസാണ്. ഞാനത് വിട്ടുപോവുക. ഈ കാര്യം ഞാനൊന്ന് ഓർത്ത് വെക്കണം എന്നൊന്ന് സ്വയം ഒന്ന് ഓർക്കുമോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്ഥിരം വരുന്ന മിസ്റ്റേക്സ് ആണേ. ദേ ആർ ഗോയിങ്. ഇനി അപ്പോൾ അവർ പൊക്കോണ്ടിരിക്കുകയല്ലേ? എങ്ങോട്ടാണ് അവർ പൊക്കോണ്ടിരിക്കണേ? ഡോക്ടറുടെ അടുത്തേക്ക്. അതെങ്ങനെ പറയും? ടു ദ ഡോക്ടർ. അപ്പോൾ ദേ ആർ ഗോയിങ് ടു ദ ഡോക്ടർ. ദേ ആർ ഗോയിങ് ടു ദ ഡോക്ടർ. മനസ്സിലായോ? അവർ ഡോക്ടറുടെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഗോയിങ് ടു ദ ഡോക്ടർ. അവർ ബസ്സിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയും. അപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഗോയിങ് എങ്ങനെ? ബൈ ബസ്. ദേ ആർ ഗോയിങ് ബൈ ബസ്. ഇനി അവർ ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ? അപ്പോയിൻമെൻ്റ് ഒന്നും ഇല്ലാണ്ട് അവർ പൊയ്ക്കൊണ്ടിരിക്കണത്. അങ്ങനെ പറയാം. അപ്പോൾ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഗോയിങ് എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അപ്പോയിൻമെൻറ്റ് എടുക്കാണ്ട്. വിതൗട്ട് എൻ അപ്പോയിൻമെൻറ്റ്. അപ്പോയിൻമെൻറ്റ് കൂടാതെ. വിതൗട്ട് ആൻ അപ്പോയിൻമെൻറ്റ്. ദേ ആർ ഗോയിങ് വിതൗട്ട് ആൻ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഇവരെക്കുറിച്ച് ഞാൻ കുറച്ചധികം ഡീറ്റെയിൽസ് പറഞ്ഞു അല്ലേ? ഇനി കുറച്ചുകൂടെ വലിയ സെൻറ്റൻസ് ഉണ്ടാക്കാം. അവർ ഡോക്ടറെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അപ്പോയിൻമെൻ്റ് ഒന്നും കൂടാതെയാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ പറയും? അപ്പോൾ ആദ്യം തന്നെ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദേ ആർ ഗോയിങ് എങ്ങോട്ട്? ടു ദ ഡോക്ടർ. എന്താ അവരുടെ പ്രശ്നം? വിതൗട്ട് എൻ അപ്പോയിൻമെൻറ്റ്. ദേ ആർ ഗോയിങ് ടു ദ ഡോക്ടർ വിതൗട്ട് ആൻ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ വലിയ സെൻറ്റൻസ് ആയതുകൊണ്ടോ? അപ്പോൾ നമുക്കിങ്ങനെ ഇൻഫർമേഷൻ കൂടുതലിട്ടിട്ട് ആ സെൻറ്റൻസ് വലുതാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ അവൾ ഓടാറുണ്ടെന്ന്. ആ സെൻറ്റൻസിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടോ? അവൾക്ക് ഓട്ടം ഇഷ്ടമാണ്, അതുകൊണ്ട് അവൾ എല്ലാ ദിവസവും ഓടാറുണ്ട്. അവൾ ഓടാറുണ്ട്. ഇനി അപ്പോൾ അവൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ കൂടെ അവളുടെ അച്ഛൻ അവളെ തല്ലിയിട്ട് എല്ലാ ദിവസവും നീ ഓടണം എന്ന് പറഞ്ഞിട്ട് അവൾ ഓടാറുണ്ട്. എന്തായാലും നമുക്ക് അറിയാവുന്നൊരു കാര്യം എന്താ? അവൾ ഓടാറുണ്ട്. ഷീ റൺസ് അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാ സെൻറ്റൻസും അങ്ങനെ ഇടാൻ പറ്റുമോ? ഇപ്പം നമ്മൾ ആദ്യം കണ്ടൊരു സെൻറ്റൻസ് ഉണ്ടോ? ഗോ എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് ഒരു സെൻറ്റൻസ് ആണ്. പൊക്കോ എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ പോ. ഈറ്റ് കഴിക്കുക. ഒരു കംപ്ലീറ്റ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ഒരു കമാൻഡ് കൊടുക്കുന്നത്. നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസുകൾ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്. അവൾ ഓടാറുണ്ട്. ഷീ റൺസ്. അത് കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ലേ? അവൾ ഓടാറുണ്ട്. കാര്യം പിടിയിട്ടില്ലേ അവൾ ഓടാറുണ്ടെന്ന്? അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ബാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല.
ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ അവൾ എന്താ പറയുക, അവളുടെ അനിയത്തിയുടെ കുപ്പായിട്ടിട്ടാണ് ഓർഡർ, അങ്ങനെ പല ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ അത് ആഡ് ചെയ്തില്ലെങ്കിലും ഷീ റൺസ് എന്ന് പറയുന്നത് ഓക്കെയാണ് അല്ലേ ആ സെൻറ്റൻസ്. എന്നാൽ എപ്പോഴും ഇങ്ങനെ ഒരു സബ്ജക്റ്റും ഒരു വേർബും വെച്ചാൽ കംപ്ലീറ്റ് ആവണമെന്നില്ല. ഷീ ലൈക്സ്, ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്ന്. അപ്പോൾ ഷീ റൺസ് എന്ന് വെച്ചാൽ അവൾ ഓടാറുണ്ട്, ഷീ ലൈക്സ് എന്ന് പറഞ്ഞാൽ അവൾ ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്താ അവൾക്ക് ഇഷ്ടം? അത് നമുക്ക് അറിയില്ല. ഈ ലൈക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഉടനെ തന്നെ വേറൊരു ആളുടെ ആവശ്യമുണ്ട്, എന്താണ് ഇഷ്ടം എന്നുള്ള കാര്യം നമുക്ക് പറയണം. ഷീ റൺസ് എന്ന് പറഞ്ഞാൽ അത്ര പ്രശ്നമില്ല, അവൾ ഓടാറുണ്ട്, അതിന് വേറെ ആരുടെയും ഒരു സൗകര്യം വേണ്ട. പക്ഷേ ഷീ ലൈക്സ് എന്ന് പറഞ്ഞാൽ ആ സെൻറ്റൻസിന് അർത്ഥമില്ല അല്ലേ, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സെൻറ്റൻസസ് നിങ്ങൾ അവിടെ വന്നിട്ട് നിർത്തരുത്. പറയണത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പം അവൾക്ക് ഇഷ്ടമാണ് ഷീ ലൈക്സ് എന്ന് പറഞ്ഞ് നിർത്തരുത്. ആ സെൻറ്റൻസ് അപ്പോൾ ഇൻകംപ്ലീറ്റ് ആണ്. അങ്ങനെ ആരും പറഞ്ഞ് നിർത്താറില്ല. ഷീ ലൈക്സ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് നിർത്താറില്ല, സെൻറ്റൻസ് കറക്റ്റ് അല്ല. ഇതുപോലെ തന്നെയാണ് അവൾക്ക് വേണം, അങ്ങനെ പറയാം, ഷീ വോണ്ട്സ്, അല്ലെങ്കിൽ അവർക്ക് വേണം, ദേ വോണ്ട്. എന്താ വേണ്ടത് അത് നമ്മൾ പറഞ്ഞിട്ടില്ല. വേണോ, ദേ വോണ്ട് എന്ന് പറഞ്ഞിട്ട് നിർത്തരുത്, ആ സെൻറ്റൻസ് തെറ്റാണ്. അതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ ഫില്ല് ചെയ്താലേ ആ സെൻറ്റൻസ് കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ നമ്മൾ അവർക്ക് വേണം, അവൾക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ല, അതൊരു കറക്റ്റ് സെൻറ്റൻസ് ആണ്. അവൾക്ക് ഇഷ്ടമാണ്, അവനെ അവൾക്ക് ഇഷ്ടമാണോ, അവൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ നിർത്താം. പക്ഷേ ഇംഗ്ലീഷിൽ ഷീ ലൈക്സ് എന്ന് പറഞ്ഞിട്ട് ആ സെൻറ്റൻസ് അവിടെ തീരില്ല. അങ്ങനെ പറഞ്ഞാൽ ആ സെൻറ്റൻസ് തെറ്റാണെന്നാണ് ഞാൻ പറയണത്. ഇത് ഈ മലയാളത്തിൽ നിന്ന് ഡയറക്റ്റ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും വരുന്ന അബദ്ധങ്ങളാണിത്. എന്താ മനസ്സിലായില്ലേ കാര്യം എന്ന് ചോദിച്ചാൽ, അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ശരിയല്ല എന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. നമ്മൾ മലയാളത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതെന്നുള്ളത് അവർക്കറിയില്ലല്ലോ, അവർക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എസ്പെഷ്യലി UK പോകുന്ന ആൾക്കാരുടെ അടുത്ത് വന്ന് കുറേ ഇമെയിൽസ് വരാറുണ്ട്, ശരിയാവുന്നില്ല, കെയർ ഹോമിലൊക്കെ എന്തൊക്കെയോ പണിയുണ്ട്, അത് ശരിയാവുന്നില്ല സെൻറ്റൻസുകൾ. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കും. അപ്പോൾ വരുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ഹൈലൈറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. ഷീ റൺസ് കുഴപ്പമില്ല, ഷീ ലൈക്സ്, ദേ വോണ്ട്, അതൊന്നും അങ്ങനെ പറഞ്ഞ് നിർത്തരുത്. അത് എന്താണെന്നുള്ള കാര്യം കൂടെ പറയണം. അല്ലെങ്കിൽ ഹീ ഗോസ്, അവൻ പോവാറുണ്ട്. എവിടെയാണ് അവൻ പോവാറ്? ക്രിക്കറ്റ് കളിക്കാനാണോ, സിനിമയ്ക്കാണോ? ഹീ ഗോസ് എന്നൊന്നും പറഞ്ഞ് നിർത്താൻ പാടില്ല. അല്ലെങ്കിൽ വി ടെൽ, ഞങ്ങൾ പറയാറുണ്ട്. എന്താ പറയണേ? കള്ളത്തരമാണോ, സത്യമാണോ, നുണകളാണോ, അല്ലെങ്കിൽ തമാശയാണോ, എന്താ നിങ്ങൾ പറയാറ്? സിനിമാ കഥയാണോ? അതെന്താന്ന് പറയാണ്ട് വി ടെൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തരുത്. മനസ്സിലായോ? ഇതൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണേ. അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സംഭവം വേണം അല്ലേ. ഷീ ലൈക്സ്, അതൊന്ന് പറഞ്ഞേ, അവൾക്ക് എന്തായിരിക്കും ഇഷ്ടം നിങ്ങൾക്ക് തോന്നുന്നത്? ഷീ ലൈക്സ് ഋത്തിക് റോഷൻ എന്നാവാം, അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ എന്നാവാം അല്ലേ, അത് കുഴപ്പമില്ല, അവൾക്ക് ഇഷ്ടപ്പെടാം. അപ്പോൾ ആ സെൻറ്റൻസ് നമുക്ക് മനസ്സിലായി അവൾക്ക് ആരെ ഇഷ്ടം എന്നത്. അല്ലെങ്കിൽ ഷീ ലൈക്സ് ബിരിയാണി, എന്നെപ്പോലെയൊക്കെ ആണെങ്കിൽ ഷീ ലൈക്സ് ബിരിയാണി എന്ന് പറയാം അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും? നിങ്ങളൊരു സ്ത്രീയാണെന്ന് സങ്കല്പിക്കുക, അപ്പോൾ ഷീ ലൈക്സ് എന്തായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം? ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യോ. ഷീ ലൈക്സ് എന്താ നിങ്ങൾ അങ്ങ് ആലോചിച്ചെങ്കിൽ എന്തെങ്കിലും സാധനം ഉണ്ടാക്കുക. ഓക്കെ, ഷീ ലൈക്സ് KS ചിത്ര, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, ആളാവാം, ഭക്ഷണമാവാം, സ്ഥലങ്ങളാവാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ, ഇഷ്ടപ്പെടുന്ന. പക്ഷെ അത് എന്താണെന്ന് പറയാണ്ട് ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവില്ല കേട്ടോ. ഇനി ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരാളാവാം, സ്ഥലമാവാം, ഭക്ഷണമാവാം, അതൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് മാത്രമേ ആവാൻ പാടുള്ളൂ? അല്ല, അവൾക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതും ഇഷ്ടമാവാം അല്ലേ. ഷീ ലൈക്സ് ബേക്കിംഗ് കേക്ക്സ് ഉണ്ടാക്കുക, അത് അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചോ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് ഇഷ്ടമാണെന്ന്? ഷീ ലൈക്സ് ബേക്കിംഗ് കേക്ക്സ്. ഇത് തന്നെ വേണമെങ്കിൽ ഷീ ലൈക്സ് ടു ബേക്ക് കേക്ക്സ്, അങ്ങനെയും പറയാം കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞ ഉടനെ ഒരു കോമൻറ്റ് എഴുതാൻ നിങ്ങൾ ടൈപ്പ് ചെയ്തോണ്ടിരിക്കണോ? കളഞ്ഞോ. ടു ബേക്ക് കേക്ക്സ് എന്നും പറയാം കേട്ടോ. ഷീ ലൈക്സ് ടു ബേക്ക് കേക്ക്സ്. ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ ഇപ്പോൾ അത് നമുക്ക് അത്രയും ഡീറ്റെയിലേക്ക് പോകണ്ട. ഷീ ലൈക്സ് ബേക്കിംഗ് കേക്ക്സ് അല്ലെങ്കിൽ ഷീ ലൈക്സ് ടു ബേക്ക് കേക്ക്സ്. അടുത്തത്, അവർക്ക് പോകണം, പോകണം. എവിടെ പോകണം? ദേ വോണ്ട് ടു ഗോ, അങ്ങനെ പറയാം. ദേ വോണ്ട് ടു ഗോ, ദേ വോണ്ട് ടു ലീവ് എന്നൊക്കെ പറയാം. അവർക്ക് എന്തെങ്കിലും ചെയ്യണം. ദേ വോണ്ട് എന്ന് പറഞ്ഞാൽ നിർത്തരുത്, എന്താണ് അവർക്ക് വേണ്ടതെന്ന് പറയണം. അപ്പോൾ ദേ വോണ്ട് ടു ലീവ്, അല്ലെങ്കിൽ ദേ വോണ്ട് ടു ഗോ ടു ദ മാർക്കറ്റ്. വേറെന്താ അവർക്ക് വേണം എന്ന് തോന്നിയിട്ടുള്ളത്? ദേ വോണ്ട് എ ഹോളിഡേ, അവർക്കൊരു ഹോളിഡേ വേണം. 4-5 പേര് വന്നിട്ട് ഗോവയിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അവരുടെ ബോസിൻ്റെ അടുത്ത് വരാം. അപ്പോൾ ബോസ് ചോദിച്ചപ്പോൾ ഒരു ദിവസം അവധി വേണം.
അപ്പോൾ വേറെ ആൾ ചോദിക്കും ഇവർക്ക് എന്താ വേണ്ടത്, എന്താ വന്നേ, ദേ വോണ്ട് എ ഹോളിഡേ. ഓക്കെ. അല്ലെങ്കിൽ അവർക്ക് എന്താ വേണ്ടത്, ഇന്നലെ പറഞ്ഞു ഈ മാസത്തെ സാലറി തരില്ല എന്ന്, അതിനൊരു എക്സ്പ്ലനേഷൻ വേണം അവർക്ക്. ദേ വോണ്ട് ആൻ എക്സ്പ്ലനേഷൻ. അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം അല്ലേ അവർക്ക് വേണ്ടത്. അപ്പോൾ ആ സാധനം അവിടെ ഫില്ല് ചെയ്യാണ്ട് നിങ്ങൾ സെൻറ്റൻസ് ഉണ്ടാക്കരുത്. ഓക്കെ. ദേ വോണ്ട് ആൻ എക്സ്പ്ലനേഷൻ. അടുത്തത് വി ടെൽ. ഞങ്ങൾ പറയാറുണ്ട്. എന്താണ് നമ്മൾ പറയാറ്, എന്തായിരിക്കും? ഒരു ഉദാഹരണം പറഞ്ഞേ. വി ടെൽ സ്റ്റോറീസ്. പൊതുവേ ടെല്ലിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടെൽ കഴിഞ്ഞിട്ട് ടെൽ യു, ടെൽ മീ, ടെൽ ഹെർ എന്നൊക്കെ പറഞ്ഞിട്ട് ആരോടാണ് പറയുന്നതെന്ന് പറയും. പക്ഷേ ചില കേസസിൽ അതിന് ആവശ്യമില്ല. ഈ തമാശ പറയുക, സ്റ്റോറി പറയുക, അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആരോടാണെന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമില്ല. ടെല്ലിൻ്റെ ഒരു എക്സെപ്ഷൻസ് ആണ്. അല്ലാത്ത കേസിലൊക്കെ ക്യാൻ യു ടെൽ എന്ന് പറയരുത്, ക്യാൻ യു ടെൽ മീ എന്ന് തന്നെ പറയണം. എന്നോട് പറയാൻ പറ്റുമോ? ആ ആരോടാണെന്നുള്ളത് ടെല്ലിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കണം. അങ്ങനെ കിടക്കാൻ നിർബന്ധമില്ലാത്ത ഒന്നിനോട് കേസാണ് ഈ പറയണത്. കഥകൾ പറയാറുണ്ട്, തമാശകൾ പറയാറുണ്ട് എന്നൊക്കെ പറയുമ്പം അത് വേണ്ട. വി ടെൽ സ്റ്റോറീസ്. ഞങ്ങൾ സ്റ്റോറീസ് പറയാറുണ്ട്. കുട്ടികളെ 8 മണിക്ക് ഞങ്ങളുടെ അടുത്ത് വിട്ടാൽ ഞങ്ങൾ 5 സ്റ്റോറീസ് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ തിരിച്ചയക്കും. വി ടെൽ സ്റ്റോറീസ്. അല്ലെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്, ഞങ്ങൾ തമാശകൾ പറയാറുണ്ട്. വി ടെൽ ജോക്സ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇനി ഇതേപോലെ തന്നെയുള്ളതാണ് ഷീ ലൈക്സ് ഗോയിങ്. അപ്പോൾ ആ സെൻറ്റൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഷീ ലൈക്സ് ഗോയിങ്. എന്താണ്, അവൾക്ക് പോകുന്നത് ഇഷ്ടമാണെന്നോ? ആര് പോകുന്നത് ഇഷ്ടമാണ്? അല്ലെങ്കിൽ അവളെങ്ങോട്ട് പോകുന്നത് ഇഷ്ടമാണ്? അത് പറയണം. ഷീ ലൈക്സ് ഗോയിങ് ടു ദ പാർക്ക്. അങ്ങനെ പറഞ്ഞാലേ സെൻറ്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ. ഹീ ലൈക്സ് ഗെറ്റിംഗ് അപ്പ്. എഴുന്നേക്കുന്നത് ഇഷ്ടമാണ്. അതെന്താ, അവൻ എപ്പോഴും ഇരിക്കാറാണോ പതിവ്? അവൻ എഴുന്നേൽക്കുമ്പോൾ എന്തോ പ്രത്യേക സന്തോഷം കിട്ടുന്നുണ്ടോ? അതൊരു സെൻസ് ഇല്ലല്ലേ സെൻസിന്. അത് അങ്ങനത്തെ സെൻസുകളൊക്കെ എന്തെങ്കിലും ഒരു സംഭവം വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നേരത്തെ എണീക്കുന്നത് ഇഷ്ടമാണെന്നാ ഹി ലൈക്സ് ഗെറ്റിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. ഇതൊക്കെ സ്ഥിരം കേൾക്കാറുള്ള സെൻറ്റൻസുകളാണ്. അവൻ എഴുന്നേക്കുന്നത് ഇഷ്ടമാണ്, നേരത്തെ എഴുന്നേക്കുന്നത് ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ലൈക്സ് ഗെറ്റിംഗ് അപ്പ് എന്ന് പറയരുത്. അവിടെ ആ സെൻറ്റൻസ് ഇൻകംപ്ലീറ്റ് ആണ്. ഹി ലൈക്സ് ഗെറ്റിംഗ് അപ്പ് ബിഫോർ സൺറൈസ് അല്ലെങ്കിൽ ഏർലി ഇൻ ദ മോർണിംഗ് എന്നൊക്കെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അവൻ്റെ അമ്മ ചായ ഉണ്ടാക്കി വെച്ചതിന് ശേഷം എഴുന്നേക്കുന്നത് അവനിഷ്ടമാണ്. ഹി ലൈക്സ് ഗെറ്റിംഗ് അപ്പ്. ഇപ്പോൾ നമ്മൾ സെൻറ്റൻസ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവാൻ തുടങ്ങി അല്ലേ. ഹി ലൈക്സ് ഗെറ്റിംഗ് അപ്പ് സൂര്യോദയത്തിന് മുമ്പ്, ബിഫോർ സൺറൈസ് എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല അല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്നത് അവന് ഇഷ്ടമാണ്. നല്ല എന്താ പറയുക, പങ്ക്ച്വലും ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റിയും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഹി ലൈക്സ് ഗെറ്റിംഗ് അപ്പ് ബിഫോർ സൺറൈസ്. ഇനി അമ്മ അവന് ചായ ഉണ്ടാക്കി വെച്ച ശേഷം മോനെ ചായ ആയിട്ടുണ്ടേ എന്ന് വിളിച്ച് പറയുമ്പോൾ എഴുന്നേൽക്കുന്നതാണ് അവനിഷ്ടം. അതെങ്ങനെ പറയും? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് അവന് ഇഷ്ടമുള്ളത് അത് പറയാം. ഹി ലൈക്സ് ഗെറ്റിംഗ് അപ്പ് എന്ന് വെച്ചാൽ അവന് ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് അവന് ഇഷ്ടം എന്നുള്ളത് പറയാം. ഓക്കെ. അപ്പോൾ മെയിനായിട്ട് എന്താ സംഭവം, അവന് എഴുന്നേൽക്കുന്നത് ഇഷ്ടമാണ്. ഹി ലൈക്സ് ഗെറ്റിംഗ് അപ്പ്. എപ്പോൾ? അമ്മ ചായ ഉണ്ടാക്കി വെച്ചതിന് ശേഷം എഴുന്നേൽക്കുന്നത് അവന് ഇഷ്ടമാണ്. അപ്പോൾ എന്തിന് ശേഷമാണ് എഴുന്നേൽക്കുന്നത് ഇഷ്ടം? ആഫ്റ്റർ, ശേഷം. ആഫ്റ്റർ ഹിസ് മദർ പ്രിപ്പയർസ് ടീ. അമ്മ ചായ ഉണ്ടാക്കിയ ശേഷം ഉണരുന്നത് അവന് ഇഷ്ടമാണ്. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കിയതുണ്ടോ? ഹി ലൈക്സ് ഗെറ്റിംഗ് അപ്പ് ആഫ്റ്റർ ഹിസ് മദർ പ്രിപ്പയർസ് ടീ. ഓക്കെ, ക്ലിയർ ആയത്? അപ്പോൾ വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന കേസ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ സെൻറ്റൻസുകൾ അങ്ങ് പറഞ്ഞവിടെ നിർത്തരുത്. അപ്പോൾ ആ സെൻറ്റൻസ് തെറ്റും. വേറൊരു ഉദാഹരണം പറയാം. അവർക്ക് തരണം, ദേ വോണ്ട് ടു ഗിവ്. അപ്പോൾ ദേ വോണ്ട് എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവർക്ക് ദേ വോണ്ട് ടു ഗിവ് എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അവിടെ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാണ്ട് ആ സെൻറ്റൻസ് ശരിയാവില്ല. ദേ വോണ്ട് ടു ഗിവ്. എന്താണ് അവർക്ക് തരേണ്ടത്? എന്താണ് അവർക്ക്, നിങ്ങൾക്ക് എന്തോ അവർക്ക് തരാനുണ്ട്, എന്തായിരിക്കും? അതിനെക്കുറിച്ച് വല്ല ക്ലൂ നിങ്ങളുടെ കയ്യിലുണ്ടോ? ദേ വോണ്ട് ടു ഗിവ് യു സം മണി. വേറെ ഒന്നുമല്ല, കുറച്ച് പൈസ തരാനായിരുന്നു അവർ വിചാരിച്ചത്. ഏതൊരു സിനിമയിലുണ്ടല്ലോ, നമ്മുടെ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവിലുണ്ടല്ലോ, അമ്മാവൻ എന്തിനാ വന്നത്? കുറച്ച് കാശ് തരാനായിരുന്നു. അയ്യോ അമ്മാവൻ ഇത്ര സ്നേഹം ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്നാണ് മുകേഷ് പുറകെ ഓടുന്നില്ലേ. അതുപോലെ അവർക്ക് നിങ്ങൾക്ക് കുറച്ച് കാശ് തരാനായിരുന്നു. ദേ വോണ്ട് ടു ഗിവ് യു സം മണി. അപ്പോൾ ഇത് മനസ്സിലായി നിങ്ങൾക്ക്? അവിടെ ഇൻഫർമേഷൻ നമുക്ക് ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ സെൻസ് അവിടെ വെച്ച് നിർത്തരുത്. അതാണൊരു ലോജിക്കൽ ആയിട്ടുള്ള കാര്യം.
വേറെ എന്തായിരിക്കും അവർക്ക് തരേണ്ടത്? ഒരു എക്സാമ്പിളൂടെ. ദേ വോണ്ട് ടു ഗിവ് യു സം ഫുഡ്. കുറച്ച് ഭക്ഷണം തരാനായിരുന്നു. കണ്ടിട്ട് ഭയങ്കര എല്ലും തോലുമായിരിക്കുന്നുണ്ട്. കുറച്ച് ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അവർക്ക് കുറച്ച് ഭക്ഷണം തരാനായിരുന്നു. ദേ വോണ്ട് ടു ഗിവ് യു സം ഫുഡ്. ഇനി നമ്മൾ ദേ വോണ്ട് ടു ഗിവ് യു സം മണി എന്ന് പറഞ്ഞില്ലേ, എന്തിനാണ് കാശ് അവർ തരുന്നത്? ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഫോണില്ലാത്തൊരു കുട്ടിയാണ് നിങ്ങളെന്ന് ആരോ അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ വളരെ ധനികരായ അവർക്ക് സങ്കടം തോന്നി. അവർക്ക് നിങ്ങൾക്കൊരു ഫോൺ വാങ്ങിക്കാനുള്ള കാശ് തരാൻ വേണ്ടിയിട്ടായിരുന്നു. അതെങ്ങനെ പറയും? അപ്പോൾ നമ്മുടെ സെൻറ്റൻസ് സിമിലർ സ്ട്രക്ചർ തന്നെയാണ്. ദേ വോണ്ട് ടു ഗിവ് യു സം മണി. എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് എപ്പോഴും ടു വെച്ചിട്ടാണ് പറയാം. ടു ബൈ എ ന്യൂ ഫോൺ. മനസ്സിലായോ? നമ്മൾ ഓരോ സാധനം നമ്മൾ സിമ്പിൾ സെൻറ്റൻസിനോട് അറ്റാച്ച് ചെയ്ത് നമുക്ക് വലിയ വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. ദേ വോണ്ട് ടു ഗിവ് യു, അവിടെ വെച്ച് നിർത്തരുത്. എന്താണ് തരേണ്ടത്? സം മണി. അവിടെ വെച്ച് വേണമെങ്കിൽ നിർത്താം. പക്ഷേ ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ പറയണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ മണി തരുന്നത്? അവർ ടു ബൈ എ ന്യൂ ഫോൺ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പല ടൈപ്പ് സിമ്പിൾ സെൻറ്റൻസസ് കണ്ടു അല്ലേ? കുറേ കൂടി ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്ത് അതിനെ വലിയ വലിയ സെൻറ്റൻസുകളാക്കാം. പക്ഷേ എന്നാൽ കൂടി ഇതൊക്കെ സിമ്പിൾ സെൻറ്റൻസുകളാണ്. ഇനി നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസസ് ഉണ്ടാക്കാം. എന്താണ് ഈ കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് വെച്ചാൽ? രണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന രണ്ട് സെൻറ്റൻസുകൾ നമുക്ക് ഒരുമിച്ച് ഒറ്റ സെൻറ്റൻസ് ആക്കാം. അതിനെന്താ നമ്മൾ ചെയ്യുക? കൂടാതെ എന്നുള്ള അർത്ഥം വരുന്ന ആൻഡ് അല്ലെങ്കിൽ സോ അല്ലെങ്കിൽ ബട്ട് ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞുതരാം നിങ്ങൾക്ക്. ദേ വോണ്ട് ടു ഗിവ് യു സം മണി. അവർക്ക് നിനക്ക് കുറച്ച് കാശ് തരണം. അത് അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ സെൻറ്റൻസ്, ദേ വോണ്ട് ടു ഗിവ് യു സം മണി. ഇനി വേറൊരു കുട്ടിയുണ്ട്, അവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ടൊരു കുട്ടിയാണ് അനു. അനുവിന് നിനക്കൊരു പട്ടിക്കുട്ടി തരണം. നിനക്ക് കണ്ടിട്ട് ഒരു പട്ടിക്കുട്ടിയുടെ കുറവുള്ള പോലെയുണ്ട്. അപ്പോൾ അനുവിന് നിനക്കൊരു പട്ടിക്കുട്ടി തരണം. അങ്ങനെ പറയും. അനു വോണ്ട്സ്. ദേ വോണ്ട് ആണ്, അനു വോണ്ട്സ്. അനു വോണ്ട്സ് ടു ഗിവ് യു. അനുവിന് നിനക്ക് തരണം എന്ത്? എ പപ്പി, ഒരു പട്ടിക്കുട്ടിയെ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അല്ലേ? നമ്മൾ സിമിലർ ആയിട്ടുള്ള രണ്ട് സെൻറ്റൻസുകളാണ്. ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് ആൻഡ് ഉപയോഗിച്ച് ഒറ്റ സെൻറ്റൻസ് ആക്കാം. ദേ വോണ്ട് ടു ഗിവ് യു സം മണി ആൻഡ് അനു വോണ്ട്സ് ടു ഗിവ് യു എ പപ്പി. എന്തായിരിക്കും, എപ്പോഴായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക? നമ്മൾ വീട്ടിലിരിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, ദേ അവരെ അന്വേഷിച്ചിരുന്നു കേട്ടോ നിന്നെ. ആര്? മറ്റേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരില്ലേ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അവർ നിന്നെ അന്വേഷിച്ചിരുന്നു. എന്തിനാണ് അവരെന്നെ അന്വേഷിച്ചത്? അതെന്താണെന്ന് വെച്ചാൽ ദേ വോണ്ട് ടു ഗിവ് യു സം മണി ആൻഡ് അനു വോണ്ട്സ് ടു ഗിവ് യു എ പപ്പി. കേട്ടോ, അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അനു. അനുവിന് മാത്രമല്ല നിനക്കൊരു പപ്പീനെ തരാൻ ആഗ്രഹം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചങ്ങ് പറഞ്ഞു അല്ലേ? അവൻ ഇങ്ങോട്ട് പോകണം, ഇവൻ ഇങ്ങനെയും ചെയ്യണം എന്നുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പറഞ്ഞു. എങ്ങനെ? ആൻഡ് വെച്ചിട്ട്. എന്നാൽ ഈ സെൻറ്റൻസുകൾ ഇങ്ങനെ ഒരുമിച്ച് പറയണമെന്നില്ല. അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാം, എടാ അത് ദേ വോണ്ട് ടു ഗിവ് യു സം മണി, ഫുൾ സ്റ്റോപ്പ്. അത് കഴിഞ്ഞിട്ട് അമ്മ പറയാം, അനു വോണ്ട്സ് ടു ഗിവ് യു എ പപ്പി. അപ്പോൾ രണ്ട് സെൻറ്റൻസുകളായി. അങ്ങനെ പറഞ്ഞുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഞാൻ പറയണത് വേണമെങ്കിൽ നമുക്കതിനെ ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ട് ആൻഡ് വെച്ചിട്ട് കണക്ട് ചെയ്യാം അല്ലേ? കൺജങ്ഷൻ എന്നാണ് പറയാം കേട്ടോ ഈ ആൻഡിനൊക്കെ. പക്ഷെ നമുക്ക് അത് ചെയ്യണം നിർബന്ധമില്ല, കണക്ട് ചെയ്യണം നിർബന്ധമില്ല, ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഒരു എക്സാമ്പിളൂടെ പറയാം, അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. എനിക്കൊരു നായയുണ്ട്. എന്താ? ഐ ഹാവ് എ ഡോഗ്. അത് അങ്ങനത്തെ സെൻസുകൾ അറിയില്ല. ഐ ഹാവ് എ ഡോഗ്, ഷീ ഹാസ് എ ഡോഗ്. എൻ്റെ ദൈവം, ഇത് അറിയില്ലെങ്കിൽ ഹാവ് ഹാസിൻ്റെ ഒക്കെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് വേർബ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിൽ, ബീയും ഹാവും. അതിൻ്റെ യൂസേജസ് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. അറിയില്ലെങ്കിൽ കൊമൻ്റ് ഇട്ടോളൂ. അപ്പോൾ ഞാൻ അതിന് താഴെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ. അപ്പോൾ എനിക്കൊരു നായയുണ്ട്, ഐ ഹാവ് എ ഡോഗ്. അതിൻ്റെ പേര് എന്താണ് നായയുടെ പേര്? ജിഞ്ചർ. ഇഞ്ചി എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ജിഞ്ചർ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഡോഗിൻ്റെ പേര് കേട്ടോ. ജിഞ്ചർ, പെപ്പർ, ഇതൊക്കെ ഭയങ്കര കോമണാണ്. അപ്പോൾ എനിക്കൊരു നായുണ്ട്, ഐ ഹാവ് എ ഡോഗ്, ഹിസ് നെയിം ഇസ് ജിഞ്ചർ. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്ത് ഒറ്റ സെൻറ്റൻസ് എങ്ങനെ ആവുക? ഐ ഹാവ് എ ഡോഗ് ആൻഡ് ഹിസ് നെയിം ഇസ് ജിഞ്ചർ. അങ്ങനെ പറയാം. പല രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം. തൽക്കാലം നമുക്കിത് പഠിച്ചു വയ്ക്കാം. ഐ ഹാവ് എ ഡോഗ് ആൻഡ് ഹിസ് നെയിം ഇസ് ജിഞ്ചർ. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന രണ്ട് സെൻറ്റൻസ് ആൻഡ് വെച്ച് നമ്മൾ ഒരു വലിയ സെൻറ്റൻസ് ആക്കി. ഞാൻ ഈ വീഡിയോ കാണാറുണ്ട്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. എങ്ങനെ പറയും? ഐ വാച്ച് ദിസ് വീഡിയോ ആൻഡ് ഐ ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, അതൊരു വേറൊരു എക്സാമ്പിളായിരുന്നു. ഇനി ഇപ്പം നമ്മൾ ആൻഡ് വെച്ചിട്ട് കുറേ കണ്ടു അല്ലേ? ഇനി നമ്മൾ പറഞ്ഞില്ലേ വേറെയും രീതിയിൽ ബട്ട്, സോ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് എന്ന് വെച്ചാൽ രണ്ട് ഡിഫറെൻറ്റ് സെൻറ്റൻസുകൾ
ഒറ്റയ്ക്ക് നിൽക്കുന്ന സെൻറ്റൻസുകളെ നമുക്ക് വേണമെങ്കിൽ ഒറ്റ വലിയ സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. അവൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ട്. എങ്ങനെ പറയും? ഹീ എക്സസൈസസ് ഡെയിലി അല്ലെങ്കിൽ എവറി ഡേ. ഹീ എക്സസൈസസ് എവറി ഡേ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് എക്സസൈസ് ചെയ്യണേ? ജിമ്മിലൊക്കെ പോകണം കാണാറുള്ളൂ. എന്തിനാണ് എക്സസൈസ് ചെയ്യണേ? അല്ലെങ്കിൽ നടക്കാൻ പോകാറുണ്ട്, എന്തിനാണ് ചെയ്യണേ? ആരോഗ്യമായിട്ടിരിക്കാൻ, ഫിറ്റായിട്ടിരിക്കാൻ അല്ലേ? അപ്പം എങ്ങനെ പറയാം? ഹീ ക്യാൻ സ്റ്റേ ഫിറ്റ്. അപ്പോൾ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് ഒറ്റ സെൻറ്റൻസ് ആക്കുന്നത് കഴിഞ്ഞാൽ ഹീ എക്സസൈസസ് ഡെയിലി സോ ഹീ ക്യാൻ സ്റ്റേ ഫിറ്റ്. ഓക്കെ, ഒറ്റ സെൻറ്റൻസ് ആക്കി. ഇനി ബട്ട് വെച്ച് നോക്കാം. അവൾക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ട്. ഷീ വോണ്ട്സ് ടു ലൂസ് വെയിറ്റ്. ഷീ വോണ്ട്സ് ടു ലൂസ് വെയിറ്റ്. പക്ഷെ അവൾക്ക് ഈ സാലഡൊന്നും അവളങ്ങനെ തീരെ കഴിക്കാറില്ല. അങ്ങനെ പറയാം. സാലഡൊന്നും അവൾ തീരെ അങ്ങനെ കഴിക്കാറില്ല. സാലഡൊക്കെ കഴിച്ചാലേ ചില സമയത്ത് നമുക്ക് ഒരു ചോറിൻ്റെ മാറ്റി വെച്ചിട്ട് വല്ല പച്ചക്കറികളൊക്കെ കഴിച്ചാലേ ഈ വെയിറ്റൊക്കെ കുറയുള്ളൂ. ബട്ട് ഷീ ഡാഷ് ഈറ്റ്സ് സാലഡ്സ്. എന്താ പറയുക? ഷീ നെവർ എന്ന് വെച്ചാൽ ഒരിക്കലും കഴിക്കാറില്ലെന്നാണ്. വളരെ വിരളമായിട്ടേ സാലഡ് കഴിക്കാറുള്ളൂ എന്ന് പറയണമെങ്കിൽ ബട്ട് ഷീ ഹാർഡ്ലി എവർ ഈറ്റ്സ് സാലഡ്സ്. തീരെ കഴിക്കാറില്ല, ഒട്ടും കഴിക്കാറില്ല എന്ന് നെവർ. പക്ഷേ തീരെ എന്ന് വെച്ചാൽ വല്ലപ്പോഴും ഇനി ഒരു പ്രാവശ്യം കഴിച്ചാലായി. ബട്ട് ഷീ ഹാർഡ്ലി എവർ ഈറ്റ്സ് സാലഡ്സ്. കേട്ടോ, അപ്പോൾ ഇവിടെ ബട്ട് വെച്ചിട്ട് നമുക്ക് ഒരു വലിയ സെൻറ്റൻസ് ഉണ്ടാക്കാം. അവൾക്ക് ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവൾ തീരെ സാലഡ് കഴിക്കാറില്ല. ബട്ട് ഷീ ഹാർഡ്ലി എവർ ഈറ്റ് സാലഡ്സ്. മനസ്സിലായോ? ഇനി ഇപ്പം നമ്മൾ കണ്ടത് കോമ്പൗണ്ട് സെൻറ്റൻസസാണ്. ഇനി കുറച്ച് കോംപ്ലെക്സ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നമുക്ക് കാണാം. അതെങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ടതിൽ ഒറ്റയ്ക്ക് സെൻറ്റൻസിന് നിൽക്കാൻ പറ്റും. പക്ഷേ ഇനി നമ്മൾ കാണുന്നതിൽ രണ്ട് സെൻറ്റൻസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഒരെണ്ണം ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടായിരിക്കും. എന്ന് വെച്ചാൽ അതിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതെങ്ങനെ? ഞാൻ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അതിൽ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ് ഒരു ലിസ്റ്റ് ഉണ്ട് ഇവിടെ കൊടുക്കാം കേട്ടോ. ആഫ്റ്റർ, ഓൾ ദോ, ആസ്, ബിക്കോസ്, ബിഫോർ, ഈവൻ, ദോ, ഇഫ്, വൺസ്, സിൻസ്, സോ ലോങ് ആസ്. എല്ലാ സെൻറ്റൻസിലും ഈ രണ്ട് പാർട്ടും ഇങ്ങനെ ഓരോ സെൻറ്റൻസ് ആക്കി മുറിക്കാൻ പറ്റുന്ന ആയിരിക്കില്ല. ചില സെൻറ്റൻസുകൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ മദർ. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ മദർ എന്ന് രണ്ട് സെൻറ്റൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ദാൻ ഹെർ മദറിന് എന്താ അർത്ഥം? അപ്പോൾ അതൊരു കോംപ്ലെക്സ് സെൻറ്റൻസ് ആണ്. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെർ മദർ. കോംപ്ലെക്സ് എന്ന് വെച്ചാൽ വളരെ എന്താ പറയുക, കോംപ്ലിക്കേറ്റഡ് എന്നുള്ള അർത്ഥമല്ല. പലതരം സെൻറ്റൻസുകളുണ്ട്, അങ്ങനത്തെ ഒരു സെൻറ്റൻസ് ആണത്. അപ്പോൾ ആ പേരൊന്നും പഠിക്കണ്ട. പക്ഷെ ഞാൻ പറയണത് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നോക്കാം. ഓൾദോ ഷീ ഡസ് യോഗ എവറി ഡേ ഷീ ഡസൻ ലൂസ് എനി വെയിറ്റ്. ഈ ഓൾദോ എന്ന് പറയുമ്പം അങ്ങനെ ആയിരുന്നിട്ടും എന്നാണ് അർത്ഥം. ഓൾദോ ഷീ ഡസ് യോഗ എവറി ഡേ എന്ന് പറഞ്ഞിട്ട് ആ സെൻറ്റൻസ് അവിടെ നിൽക്കാൻ പറ്റില്ല. എന്താ അങ്ങനെ ചെയ്തിട്ടും എന്താ അവൾക്ക് പറ്റിയത് എന്നുള്ളൊരു ചോദ്യം വരും. ഷീ ഡസൻ ലൂസ് എനി വെയിറ്റ്. അപ്പോൾ അത് ഷീ ഡസൻ ലൂസ് എനി വെയിറ്റ് ഒരു സെൻറ്റൻസ് ആയിട്ട് നിൽക്കാം. പക്ഷേ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഒറ്റയ്ക്ക് നിൽക്കാവുന്ന സെൻറ്റൻസാണ്. പക്ഷേ ഓൾദോ ഷീ ഡസ് യോഗ എവറി ഡേ എന്ന് പറയുമ്പം അതിനൊറ്റയ്ക്ക് സെൻസ് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അല്ലേ? എന്തോ ഒരു മീനിങ് ഇൻകംപ്ലീറ്റ് ആണെന്ന് തോന്നുന്നില്ലേ? അങ്ങനത്തെയാണ് ഈ കോംപ്ലെക്സ് സെൻറ്റൻസസ്. അതിൻ്റെ പേര് പഠിക്കണ്ട. ഞാൻ പറയണത് ഇങ്ങനെ ആയിരുന്നിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സെൻറ്റൻസ് നിൽക്കാൻ പറ്റില്ല. അതിന് ബാക്കിയുള്ള ഭാഗം പറഞ്ഞ് തീർത്താലേ ആ സെൻറ്റൻസ് കറക്റ്റ് ആവുള്ളൂ. ഐ കാൺ ലെറ്റ് യു ഇൻ അൺലെസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെൻറ്റൻസ് നിർത്താൻ പറ്റില്ല. ഐ കാൺ ലെറ്റ് യു എന്ന് വെച്ചാൽ എനിക്ക് നിന്നെ അകത്ത് കയറ്റി വിടാൻ പറ്റില്ല. എന്ത് ചെയ്തില്ലെങ്കിൽ? നീ പാസ്വേഡ് തന്നില്ലെങ്കിൽ. അൺലെസ് യു ഗിവ് ദ പാസ്വേഡ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സെൻറ്റൻസുകളും ശ്രദ്ധിക്കണം. അൺലെസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തരുത്. എന്താണ് കാര്യം എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഓൾദോ എന്നൊക്കെയുള്ള സെൻറ്റൻസസ് അങ്ങനെ ആയിരുന്നിട്ടും എന്നുള്ളത് ഫുൾ സെൻറ്റൻസ് പറയാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ ചിലതരം സെൻറ്റൻസുകളുണ്ട്. ഇങ്ങനെ ഞാൻ പറയണത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവളാണ് എൻ്റെ ബോൾ എടുത്തത്. ചില കുട്ടികളൊക്കെ വന്നിട്ട് പറയില്ലേ കളിക്കാൻ പോകുമ്പോൾ, അമ്മ അവളെൻ്റെ ബോൾ എടുത്തു. അവളാണ് എൻ്റെ ബോൾ എടുത്തത്. അതെങ്ങനെ പറയാം? ഷീ ടുക്ക് മൈ ബോൾ എന്ന് വെച്ചാൽ അവൾ എൻ്റെ ബോൾ എടുത്തു. പക്ഷേ അവളാണ് ആ ഒരു പെൺകുട്ടീൻ്റെ ബോൾ എടുത്തു എന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടി അവളാണ് എന്നിങ്ങനെ പറയും. അതിന് നമ്മൾ റിലേറ്റീവ് ക്ലോസസ് യൂസ് ചെയ്യണം. ഇതിൻ്റെ പേരൊന്നും പഠിച്ചില്ലെങ്കിലും അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം. അവളാണ് ആ പെൺകുട്ടി. എങ്ങനെ പറയാം? ഷീ ഈസ് ദ ഗേൾ. ഇനി ആ പെൺകുട്ടി എന്താ ചെയ്തത്?
ഹൂ ടുക്ക് മൈ ബോൾ. ഷീസ് ദ ഗേൾ ഹു ടുക്ക് മൈ ബോൾ. അവളാണ് ആ പെൺകുട്ടി. ഏത് പെൺകുട്ടിയാണത്? എൻ്റെ ബോൾ എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ പെൺകുട്ടി അവളാണ്. ഷീസ് ദ ഗേൾ ഹു ടുക്ക് മൈ ബോൾ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ? നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ റിലേറ്റീവ് ക്ലോസസ് വരുന്ന സെൻറ്റൻസുകൾ. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഞാൻ, റിലേറ്റീവ് ക്ലോസസിന് മാത്രം. എന്നാലും ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ഇത് കണ്ടില്ലേ? അപ്പം നമുക്ക് ഒരു സെൻറ്റൻസോടെ എങ്ങനെ ഉണ്ടാക്കാം? പാട്ട് പാടിയ പെൺകുട്ടി അവളാണ്. എങ്ങനെ പറയും? ഷീസ് ദ ഗേൾ ഹു സാങ് ദ സോങ്. പാട്ട് പാടിയ പെൺകുട്ടി അവളാണ്. അപ്പോൾ അവളാണ് ആ പെൺകുട്ടി ഹു എന്താ ചെയ്തതെന്ന് പറയണം. ഷീസ് ദ ഗേൾ ഹു സാങ് ദ സോങ്. കുറച്ചുകൂടെ ഒരു ടഫായിട്ടുള്ള ഇത് പറയാം, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണേ. എനിക്കൊരു മൊബൈൽ ഫോൺ വേണം. എങ്ങനത്തെ മൊബൈൽ ഫോണാണ് എനിക്ക് വേണ്ടത്? നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരെണ്ണം. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു മൊബൈൽ ഫോണാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എന്താണ് എനിക്ക് വേണ്ടത്? ഐ വോണ്ട് എ മൊബൈൽ ഫോൺ അല്ലേ? നേരത്തെ കണ്ടില്ലേ, ഷീ ഈസ് ദ ഗേൾ, അവളാണ് ആ പെൺകുട്ടി. ഇനി എങ്ങനത്തെയാണെന്നുള്ളത് പിന്നീട് നമ്മൾ പറയാം. ആദ്യം നമ്മൾ എന്താ കാര്യം എന്ന് പറയാം. ഐ വോണ്ട് എ മൊബൈൽ ഫോൺ. അപ്പോൾ അച്ഛനൊരു പഴയ നോക്കിയ 1100 എടുത്തിട്ട് മോനെ ഇത് മതിയോ എന്ന് പറഞ്ഞാൽ അല്ല ഇതല്ല വേണ്ടത്. ഐ വോണ്ട് എ മൊബൈൽ ഫോൺ. എങ്ങനെയുള്ളത്? ദാറ്റ് ടേക്സ് ഗുഡ് ഫോട്ടോസ്. നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ വേണം എനിക്ക്. ഐ വോണ്ട് എ മൊബൈൽ ഫോൺ ദാറ്റ് ടേക്സ് ഗുഡ് ഫോട്ടോസ്. അപ്പോൾ ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ സാധനത്തെയാണ് കാണിക്കണേ. ഹൂ എന്ന് പറഞ്ഞാൽ ആളെയാണ് കാണിക്കണേ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു 2 സെൻറ്റൻസ് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് കുറച്ച് വലിയൊരു വീഡിയോ ആയിരുന്നു. നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ കുറേ ടൈപ്പ് സെൻറ്റൻസുകളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഹൈ ലെവലായിട്ടുള്ള ടൈപ്പ് കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്തത്. നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കാം. 2 എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങളത് ഹോംവർക്കായിട്ട് താഴെ ഇടണം ആ സെൻറ്റൻസ് കേട്ടോ. അപ്പോൾ ഞാൻ സെൻറ്റൻസ് പറയാം, അത് ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ നോക്കും. അവൾ എന്താ പറയാമെന്ന് നോക്കാം. എപ്പോൾ? ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. ഇതാണ് നമുക്ക് പറയേണ്ടത്. നമുക്ക് അവളെ എന്താ പറയുന്നതെന്ന് നോക്കാം. എൻ്റെ ഇംഗ്ലീഷ് അങ്ങനെ ഫ്ലുവൻ്റായിട്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവൾ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെ പറയാം? ഇതൊക്കെയാണ്, ഇങ്ങനത്തെ സെൻറ്റൻസുകളാണ് പൊതുവേ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇതുപോലത്തെ ഇംഗ്ലീഷിൽ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ തന്നെ ഇട്ടത്. എനിക്കറിയാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന്, പക്ഷേ നിങ്ങൾക്കത് ഒന്നുകൂടെ ഈ വീഡിയോ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ കാണണം എന്ന് ഞാൻ പറയും. കാരണം കുറേ കോൺസെപ്റ്റ്സ് ചിലപ്പോൾ പുതിയതായിരിക്കും. പിന്നെ നമുക്ക് ഇതുപോലത്തെ കുറേ കൂടെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുന്നത് നോക്കിയേ. ഞാൻ പറഞ്ഞ സെൻറ്റൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ നല്ല മണിമണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേൾക്കുമ്പം അവൾ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. എങ്ങനെ പറയാം? ലെറ്റ് സീ. അവൾ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് സീ എന്താ പറയുന്നതെന്ന്. വാട്ട് ഷീ വിൽ സേ. ലെറ്റ് സീ വാട്ട് ഷീ വിൽ സേ. എപ്പോൾ? ഞാൻ മണിമണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ. വെൻ എപ്പോഴാണ് മണിമണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ മണിമണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക അന്ന് അങ്ങനെ പറയാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി അല്ലേ? പക്ഷേ ഇവിടെ ആ രീതിയിലല്ല പറയേണ്ടത്. ഞാൻ മണിമണിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന കേൾക്കുമ്പോൾ. അവൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഷി ഹിയേഴ്സ്. ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് കറക്റ്റായ സെൻറ്റൻസ് ആക്കിയേ. എന്ന് വെച്ചാൽ ലെറ്റ് സീ, നമുക്ക് നോക്കാം. പിന്നെന്താ പറഞ്ഞത്? നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക, സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അതിൻ്റെ അവൾ കേൾക്കുമ്പോൾ എന്ന് പറയാൻ ഷീ ഹിയേഴ്സ്. വെൻ ഷീ ഹിയേഴ്സ്. വെൻ ഷീ ഹിയേഴ്സ് എന്ത് കേൾക്കുമ്പോൾ? വെൻ ഷീ ഹിയേഴ്സ് മീ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. വെൻ ഷീ ഹിയേഴ്സ് മീ, അവൾ എന്നെ കേൾക്കുമ്പോൾ. എങ്ങനെ കേൾക്കുമ്പോൾ? വെൻ ഷീ ഹിയേഴ്സ് മീ ഞാൻ എന്താ ചെയ്യുന്നത്? സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി. അവൾ എന്താ പറയുക നമുക്ക് നോക്കാം. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയേ. എല്ലാ ഭാഗങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങളത് ഓർഡറിലിട്ടിട്ട് ഒന്ന് ഉണ്ടാക്കുക. ഓക്കെ, ഞാൻ ഇതിൻ്റെ അടിയിൽ ആൻസർ പറഞ്ഞു തരാം. പക്ഷേ ആദ്യം നിങ്ങൾ ഉണ്ടാക്കൂ കേട്ടോ. ഒരു ബുക്ക് എടുത്ത് എഴുതി വെച്ചുണ്ടാക്കും. കഴിഞ്ഞ തവണ മഴ പെയ്തത് എപ്പോഴായിരുന്നു? ഇത്രയും ശക്തമായിട്ട് കഴിഞ്ഞ തവണ മഴ പെയ്തത് ഞങ്ങൾ വയനാട്ടിലേക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കുക. കഴിഞ്ഞ തവണ അതിനാ ദ ലാസ്റ്റ് ടൈം ഇത്ര ശക്തമായി മഴ പെയ്തത്. ഇറ്റ് റെയിൻഡ് ദിസ് ഹാർഡ്. എപ്പോഴായിരുന്നു?
ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരുമ്പോൾ വെൻ വി വേ ഡ്രൈവിങ് എങ്ങോട്ട്? ടു വയനാട്. അപ്പോൾ ഉണ്ടാക്കേണ്ട സെൻറ്റൻസ് കഴിഞ്ഞ തവണ ഇത്രയും ശക്തമായി മഴ പെയ്തത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞങ്ങൾ വയനാട്ടിലേക്ക് വണ്ടി ഓടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു. ഭ്രാന്ത് പിടിച്ചോ? അത് നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻ്റായിട്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ശരിയാവുന്ന സെൻറ്റൻസുകളേ ഉള്ളൂ. ഞാനിതിൻ്റെ ഈ സീരീസ് ഞാൻ കുറച്ചൊന്നും കൂടെ വീഡിയോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. സംശയങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് കോമൻറ്റിലിടുക. എന്നുവെച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്കൊന്നും നിങ്ങളെ ചെയ്യാൻ പറ്റില്ല, ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എന്ത് മനസ്സിലായില്ല, എവിടെയാണ് പ്രശ്നം എന്നാൽ ചില ആൾക്കാർ നല്ല കൃത്യമായിട്ട് പറയും, ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അതെനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്താ മനസ്സിലാവാത്തത് കൃത്യമായിട്ടിടുക, കൃത്യമായിട്ട് എന്താ മനസ്സിലാവാത്തതെന്ന് പറയുക. ഞാൻ ഗെറ്റിൻ്റെ ഒരു വീഡിയോ നല്ലതാണെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്ന അതിൻ്റെ വീഡിയോ ഞാൻ ലിങ്ക് ചെയ്യാം. വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതൊക്കെ കോമൻറ്റിലിടുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യം പറയുക, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ അത് ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറയുക, എന്താണെന്ന് വെച്ചാൽ അത് പറയുക കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു കോഴ്സ് എടുത്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന കോഴ്സുണ്ട്. അതെൻ്റെ വെബ്സൈറ്റ് നോക്കി അതിന് എല്ലാ ഡീറ്റെയിൽസും കാണാം. അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഇപ്പം അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.